ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വൻപയർ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഞാനത് ഓവർനൈറ്റ് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് പാനിലാണ് വേവിക്കുന്നത്. ഇനി നമുക്കിത് കുറച്ചധികം വെള്ളം ഒഴിക്കാം. നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ചേർക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പയർ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ പയർ നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം അതിലേക്ക് ഞാൻ 5 അല്ലി വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ കറിവേപ്പിലയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 10 ഉള്ളി എടുത്തിട്ടുണ്ട്. നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതിയാകും കേട്ടോ. ഒത്തിരി അങ്ങ് വാടി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതിയാകും. അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിതിലേക്ക് ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. എരിവിനനുസരിച്ചിട്ട് ചതച്ച മുളക് ചേർക്കാം. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിതിലേക്ക് ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം എരിവ് കുറഞ്ഞിട്ടുള്ള 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ. എരിവും അതുപോലെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവർ പയറിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അടച്ചൊന്നും വെക്കണ്ട. ഇതുപോലെ നമുക്ക് 3 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഉപ്പ് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ചേർത്തിട്ടുള്ള ഉപ്പ് കറക്റ്റാണ്. പയർ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എരിവൊക്കെ പയറിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.